ഇന്ന് സിമ്പിളും അടിപൊളിയായിട്ടുള്ളൊരു കലണ്ടർ തന്നെ ചെയ്ത് നോക്കിയാലോ നമുക്ക്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു ചാർട്ട് പേപ്പർ എടുത്തിട്ട് മെഷർമെൻറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അതേപോലെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെഷർമെൻറ്റ് എഴുതി വെച്ചാൽ മതി. വലിയ എന്തോ സംഭവമാണെന്നൊന്നും വിചാരിക്കേണ്ട മെഷർമെൻറ്റ് കണ്ടിട്ട്. എന്നിട്ട് ആ മെഷർമെൻറ്റ് കൊടുത്ത രീതിക്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഈ ഒരു കലണ്ടറിന് കുറച്ചുകൂടി ഒരു ഉറപ്പ് തോന്നാൻ വേണ്ടിയിട്ട് ചെറിയൊരു പീസ് കാർഡ്ബോർഡ്, അതായത് നീളത്തിൽ ഞാനൊന്ന് മുറിച്ചെടുത്ത് ഇതിൻ്റെ അടിഭാഗത്തായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതേപോലെ 3 പീസ് പേപ്പർ എടുക്കുക. പേപ്പറാ ചാർട്ട് പേപ്പറാ എന്താ നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് എടുത്താൽ മതി. ഞാനിവിടെ ചാർട്ട് പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. അത് ഞാൻ വീട്ടിൽ കാണിച്ച പോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഇതേപോലെ ഒരു 3 പീസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ. ഇത് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ആ ഒരു സ്റ്റാൻഡില്ലേ, അതിൻ്റെ പുറത്തേക്കായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൽ വെക്കാനായിട്ട് ചെറിയ പേപ്പേഴ്സ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ പുറത്ത് ഡേയും ഡേറ്റും മന്തും എല്ലാം ഒന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കലണ്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ഇതേപോലത്തെ സ്റ്റിക്കേഴ്സോ ഡെക്കറേഷൻ ചെയ്യുന്ന എന്ത് സാധനം ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഈ കലണ്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ സ്റ്റിക്കറും കൂടെ ഒന്ന് ഒട്ടിച്ച് ഈ പരിപാടി ഇവിടെ നിർത്തുന്ന, കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കയ്യിലുള്ള സ്റ്റിക്കേഴ്സ് മൊത്തം ഇതിൻ്റെ പുറത്തേക്ക് ഒട്ടിച്ച് തീർക്കും. എങ്ങനെയുണ്ട് ഇപ്പോൾ കാണാൻ വേണ്ടി? അടിപൊളിയല്ലേ?